നിങ്ങൾക്ക് ദാരിദ്ര്യം സംഭവിക്കാതിരിക്കണോ? മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുന്ന ഒരവസ്ഥ വരാതിരിക്കണോ? പരിഹാരമുണ്ട്. അള്ളാഹുവിന്റെ ഒരു ഇസ്മുണ്ട്, യാ അസീസു യാ അല്ലാഹ് എന്നുള്ള ഇസ്മ് 40 ദിവസങ്ങളിൽ ഓരോ ദിവസവും 40 വട്ടം വെച്ച് ചൊല്ലിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദാരിദ്ര്യം സംഭവിപ്പിക്കില്ല എന്ന് മഹാന്മാർ കിതാബുകളിലൂടെ രേഖപ്പെടുത്തുന്നു. മറ്റുള്ളവരിലേക്കും എത്തിക്കൂ, അവരും ചെല്ലട്ടെ. അള്ളാഹു ദാരിദ്ര്യങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അവൻ നാളെ ചെല്ലുമ്പോ അന്ന് പറയും, ഓതടാ, ഓതു ഖുർആൻ. ഓതി തീരുന്നത് വരെ അവൻ ഇങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കും. ഓരോ പദവി അള്ളാഹു ഉയർത്തി കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. അവൻ നാളെ ചെല്ലുമ്പോ അന്ന് പറയും, ഓതടാ മോനെ, ഒരു തുള്ളി കള്ള് നിന്റെ തൊണ്ടയ്ക്ക് താഴെ പോയിട്ടുണ്ടോ, നീ രക്ഷപ്പെടത്തില്ലടാ. അള്ളാന്റെ റസൂല് തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ചിന്തിക്ക്, ഒരു തുള്ളി കള്ള് നിന്റെ തൊണ്ടയ്ക്ക് താഴെ പോയിട്ടുണ്ടെങ്കിൽ അള്ളാടെ സ്വർഗത്തിൽ കേറാമെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതരുത്. ആയിഷ ബീവി റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ്, കള്ളുകുടിയനോട് സലാം പറയാൻ പാടില്ല, കള്ളുകുടിയന് മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല, കള്ളുകുടിയന് സാമ്പത്തിക സഹായം ചെയ്യാൻ പാടില്ല, കള്ളുകുടിയൻ രോഗമടിച്ചു കിടന്ന കാണാൻ പാടില്ല, അവന്റെ ജനാസയുടെ പുറകിൽ നടക്കാൻ പാടില്ല, അവന്റെ ജനാസയുടെ കൂടെ പോലും കിടക്കാൻ പാടില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. നിസ്സാരമാണെന്ന് വിളിച്ചോ, അവിടുന്ന് ഇവിടുന്ന് ഒളിച്ചു ഭാഗത്തരിക്കണ മക്കളെ, സൂക്ഷിച്ചോ മോനെ, ഒരു നാളല്ല പൊക്കോടാ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹ് കാക്കുമാറാകട്ടെ. ഒരു ദിവസം അല്ല നിന്നെ പിടിക്കും, അന്ന് നീ ഒരുപാട് വേദനിക്കേണ്ടി വരും. ചെയ്തത് വേറെ എവിടെങ്കിലും കിടന്നായിരുന്നെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാം. മരണത്തിന്റെ ഒന്നാമത്തെ അടയാളം താടിയിലും തലയിലൊക്കെ ഒന്ന് നോക്ക്, തലയിലും താടിയിലൊക്കെ ഒന്ന് നോക്ക്. കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെളുത്തത് കാണുന്നുണ്ട്. നമ്മുടെ തലയിലെയും താടിയിലെയും രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെളുത്തത് കാണുന്നുണ്ടെങ്കിൽ നിനക്ക് സമയം അടുത്തിട്ടുണ്ട്, ഒരുങ്ങണം കേട്ടോ. ഒരു രോമമെങ്കിലും നരച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുങ്ങിക്കോ, നിന്റെ ഒടുക്കത്തെ പോക്കിന് സമയമായി. അള്ളാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ. 18-20 വർഷം സ്നേഹത്തോടെ വളർത്തി വലുതാക്കിയിട്ടാണ് ഓരോ രക്ഷിതാക്കളും പെൺകുട്ടികളെ കെട്ടിച്ചു വിടുന്നത്. തൻ്റെ മകൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് അത് എൻ്റെ കൂടി മോളാണ് എന്നൊരു ബോധം ഉമ്മാക്കുപ്പാക്കുണ്ടാവണം. അവൾ കൊണ്ടുവന്ന സ്വർണം കുറഞ്ഞുപോയി, സ്ത്രീധനം കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് മകന്റെയും മകന്റെ ഭാര്യയുടെയും ഇടയിൽ വിള്ളലുണ്ടാക്കുന്നത്, ആ പൊന്നുമോളുടെ മനസ്സിൽ വേദന ഉണ്ടാക്കുന്നതൊക്കെ മരിക്കുന്നതിൻ്റെ മുമ്പ് തിരിച്ചു കിട്ടുമെന്നൊരു ബോധം എല്ലാവർക്കും ഉണ്ടാവണം. 18-20 വർഷം